ഏറ്റവും നല്ല നിയമം അല്ലെങ്കിൽ ഉടമ്പടി എന്നുള്ള വിഷയം എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ ലേഖനകാരൻ പ്രസ്താവിച്ചിരിക്കുന്നു. അതിന്റെ 1-2 വാക്യങ്ങളില് ഈ ഏറ്റവും നല്ല ഉടമ്പടിയിൽ പ്രവർത്തിക്കുന്ന പുരോഹിതൻ അവൻ ഏറ്റവും ശ്രേഷ്ഠനാണ്, സുപ്പീരിയർ ആണ് എന്നുള്ളതാണ് 1-2 വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചത്. തന്നെയുമല്ല, ഈ ശ്രേഷ്ഠ ഉടമ്പടിമേൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ആലയം, ആ സാങ്ച്വറി, അത് ഏറ്റവും നല്ല പ്ലേസാണ്. അഹരോനും ലേവ്യ പുരോഹിതന്മാരും ശുശ്രൂഷിച്ചിരുന്നതായ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സമാഗമന കൂടാരമോ ഏറ്റവും ശ്രേഷ്ഠമായി ശലോമോൻ പണിത ആലയമോ സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തതിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ ശുശ്രൂഷിക്കുന്നത് അതിന്റെ ഒറിജിനൽ പ്ലേസിലാണ്. സ്വർഗത്തിലെ ആലയത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാൻ തുടങ്ങിയത് 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിലാണ്. എബ്രായർ 6-8 6 മുതൽ 13 വരെ. അവിടുത്തെ വിഷയം ഈ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഈ ഉടമ്പടിയിൽ ശുശ്രൂഷിക്കുന്ന നമ്മുടെ നല്ല മഹാപുരോഹിതൻ ഏറ്റവും ശ്രേഷ്ഠമായ വലിയതായ വാഗ്ദത്തങ്ങളുടെ മേലാണ് പ്രവർത്തിക്കുന്നത്. ഗ്രേറ്റ് പ്രോമിസസ്, ബെറ്റർ പ്രോമിസസ്. ആ പ്രോമിസസുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭത്തിൽ ചിന്തിച്ചു. അത് യെരമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ ഉദ്ധരിച്ചിരിക്കുമ്പോൾ യെരമ്യാവ് ജനത്തിന് വരാൻ പോകുന്ന ഭയങ്കരതയെ കുറിച്ചെല്ലാം പ്രവചിച്ച് ഇരിക്കുന്ന അധ്യായങ്ങളാണ്. എന്നാൽ 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഇസ്രായേലിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന, അവർക്ക് നൽകുന്ന നന്മകളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ ആത്മീയമായ അനുഗ്രഹങ്ങളും പറയുകയാണ്. അത് നമ്മള് അതിന്റെ ആരംഭ ഭാഗം നാം ചിന്തിച്ചു കഴിഞ്ഞു. അതിന്റെ 6-ാം വാക്യം മുതലാണ് നമ്മൾ വായിക്കുന്നത്. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 1-ാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ 2-ാമത്തെ ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. എന്നാൽ അവനെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ചും ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. മോശയ്ക്ക് ദൈവം നിയമങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് വളരെ ഭയത്തോടുകൂടിയായിരുന്നു ജനങ്ങളായിരുന്നത്. എന്നാൽ ആ ഭയം പെട്ടെന്ന് അവരിൽ നിന്ന് നീങ്ങിപ്പോകുകയും ആ നിയമത്തിലൂടെ ലേഖനകാരൻ പറയുകയാണ്, അവർ ആ നിയമത്തിൽ നിലനിന്നില്ല. നിലനിൽക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിയമത്തിന്റെ ദൂഷ്യം കൊണ്ടല്ല, മനുഷ്യരുടെ നിയമം അനുസരിക്കേണ്ട ഹ്യൂമൻ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ കുഴപ്പം കൊണ്ടാണ്. കാരണം ആ നിയമം അവർക്ക് പാപത്തെ കുറിച്ചുള്ള ബോധം കൊടുക്കുന്നു, എന്നാൽ പാപം ചെയ്യാതെ ഇരിക്കുവാനുള്ള ശക്തി നൽകുന്നില്ല. എന്നാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉടമ്പടി അതെത്ര വലിയ കൃപയാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നത്. 7 മുതൽ 9 വരെ വാക്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ അവരെ മാറ്റിയിട്ട് ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കുന്ന കാലം വരും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കും, ദൈവം പ്രമാണങ്ങളൊക്കെ കൊടുത്തപ്പോൾ ദൈവം പറയുകയാണ്, അവരെ ഇസ്രായേൽ മക്കൾ പറയാണ്, ഞങ്ങൾ ചെയ്യും, we will do it. എന്നാൽ അവരെ വേഗം അത് ലംഘിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൽ ലേഖനകാരൻ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം തന്നെ, അവിടെ തന്നെ പല പ്രാവശ്യമാണ് ഐ വിൽ ഡു ഇറ്റ് എന്ന് ദൈവം പറയുന്നത്. 4 പ്രാവശ്യം ഒറ്റ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ 7 പ്രാവശ്യം പറയുന്നുണ്ട് ഞാൻ ചെയ്യും, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കള് അവരുടെ ദൈവം അവരോട് ഉടമ്പടി ചെയ്ത് നിയമത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാഞ്ഞതിന്റെ ഫലമായി അവർക്ക് ദൈവം കൊടുത്ത ഈ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിച്ചില്ല. ഇനിയും നമ്മൾ 9 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 10-ാമത്തെ വാക്യം
ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായും ഇരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് അവരോട് പറയുകയാണ്, ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി എന്ന് പറഞ്ഞാൽ ഈ ന്യൂ കവണന്റിൽ, പുതിയ ഉടമ്പടിയിൽ അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന ദൈവകൃപയിൽ ദൈവം ചെയ്യുന്നത് ഇന്റേണൽ ചേഞ്ചാണ്. അകത്താണ് ചേഞ്ച് വരുത്തുന്നത്, പുറത്ത് ഉള്ള ചേഞ്ച് അല്ല. ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തപ്പോൾ ദൈവം തന്റെ വിരലുകൊണ്ട് കൽപ്പലകകളുടെ മേൽ എഴുതുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ യെരമ്യാവ് മുഖാന്തരം പ്രവചിച്ച പ്രവചനം പറയുകയാണ്, ഞാൻ എന്റെ ന്യായപ്രമാണം എവിടെ എഴുതുമെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി നമ്മുടെ ഉള്ളിൽ നൽകുവാൻ തക്കവണ്ണമാണ് ദൈവം പ്രസാദിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ന്യായപ്രമാണം എല്ലാം പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. ഓൾ ദ ലോസ്, all the Old Testament, all the commandments, all declare the holy standard of God. ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഭയങ്കരത്വത്തെ കുറിച്ചാണ് ഇതെല്ലാം പ്രസ്താവിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആ വിശുദ്ധിയിൽ, ദൈവത്തിന്റെ ആ ഹോളി സ്റ്റാൻഡേർഡിൽ നിൽക്കുവാനുള്ള ശക്തി, അതിനുള്ളതായ പവർ, അതിനുള്ളതായ കൃപ നമുക്ക് പഴയ നിയമത്തിൽ ലഭിക്കുന്നില്ല. എന്നാൽ നേരത്തെ തന്നെ പ്രവാചകനായ എസെക്കിയേലിലൂടെ ദൈവം അത് പ്രോമിസ് ചെയ്തിരുന്നു. എസെക്കിയേൽ 36:26-27 കഴിഞ്ഞ ആഴ്ച തീരാൻ നേരത്തെ ഞാൻ വാക്യം പറഞ്ഞു വിട്ടതാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, കല്ലായുള്ള ഹൃദയം മാറ്റിയിട്ട് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? മാംസമായുള്ള ഹൃദയം നൽകും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് കല്ലായുള്ള ഹൃദയം. ഇസ്രായേൽ ജനത്തിന് അനുസരിക്കുവാൻ കഴിയാതോണം ആയി തീർന്നതായ ആ അവസ്ഥ മാറ്റിയിട്ട് ഈ കൃപാകാലത്ത് ദൈവം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഹൃദയത്തിന് ചേഞ്ച് വരുന്നു, ചേഞ്ച് തരുവാൻ ഇടയായിത്തീരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് മുൻപോട്ട് നീങ്ങുന്ന ഒരു ദൈവ പൈതലിന് ജീവിക്കാൻ, ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ അല്ലെങ്കിൽ ജയജീവിതം തരുവാൻ ശക്തി തരുന്നതാണ് ദൈവകൃപ. അതാണ് പഴയ നിയമവിശ്വാസിയും പുതിയ നിയമവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഓർപ്പിച്ചുവല്ലോ, പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിച്ചതുമാണ്. പത്രോസിന്റെ ലേഖനം നമ്മൾ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്കുള്ള രക്ഷയെ കുറിച്ചൊക്കെ പ്രസ്താവിച്ചിട്ട് പറയുകയാണ്, നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിരിക്കുന്നു. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ആദ്യം മുതൽ 1-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ കൃപയും സമാധാനം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ അവൻ ദാനമായി നൽകിയിരിക്കുന്നു, മഹത്തായ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കൃപ നിമിത്തം ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുന്നു. പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പാർട്ടേക്കേഴ്സ് ആകുവാൻ ഈ കൃപാകാലത്ത് ദൈവം നമ്മെ സഹായിക്കുന്നു. അതാണ് ഇന്റേണൽ ചേഞ്ച്. പുതിയ നിയമത്തിൽ ദൈവം തരുന്ന ചേഞ്ച് അതാണ്. നമുക്ക് ജയിക്കുവാൻ അല്ലെങ്കിൽ കൃപയിൽ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, പ്രമാണം തെറ്റിക്കാതെ ജീവിക്കുവാൻ ഇടയാക്കുന്നത് കൃപയാണ്. കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥകൾ എത്രയോ പ്രാവശ്യം നാം ആദ്യഗോളത്തിൽ തകർന്നു പോകാമായിരുന്നു. സാത്താൻ അതിനുവേണ്ടിയുള്ള സകല ശ്രമങ്ങളും ചെയ്തതാണ്. എന്നാൽ നാം ഇതുവരെയും വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, ദൈവം അതിനുള്ള കൃപ നമുക്ക് തന്നതുകൊണ്ടാണ്. നാം പാപം ചെയ്യുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് മടങ്ങി വരുവാൻ, യഥാസ്ഥാനത്താകുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ദൈവം ഇടവരുത്തുന്നു. ഇനിയും തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഇതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? തീത്തോസ് 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ദൈവകൃപ അനുഭവിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത ആളുകൾ, അവരെ കുറിച്ച് അതിന്റെ ഒടുവിൽ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി ലിസ്റ്റുകളുണ്ട്. പറഞ്ഞു വരുമ്പോൾ ദേഷികളായിട്ട്, അനുസരണം കെട്ടവരായിട്ട്,
ഹേറ്റ്ഫുൾ ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് അവരെ കുറിച്ചൊക്കെ പ്രസ്താവിക്കുന്നത്. എന്നാൽ അതിനെല്ലാം ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്? ദൈവം കൃപ പകരുമ്പോഴാണ്. ഒരാൾ ദൈവകൃപയിൽ വന്നു കഴിയുന്നതോടുകൂടി എന്തൊരു ചേഞ്ചാണ്. നമുക്ക് ആ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എപ്പോഴും ദർശിപ്പാൻ ഇടയാകണം. അതിനായി നാം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ എത്ര മുൻകോപികളാണെങ്കിലും, എത്രമാത്രം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിലും അതിനെല്ലാം ദൈവം നമുക്ക് കൃപ തരും. കാരണം ദൈവത്തിന്റെ ആത്മാവ് അതാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ കൃപായുഗത്തിലും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ 3:18 വായിക്കുമ്പോൾ നമുക്കറിയാം, നാം കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഇടയായിത്തീരുന്നു. ക്രിസ്തുവിന്റെ മോർ ലൈക്ക് ജീസസ്, അല്ലെങ്കിൽ യേശുവിനോട് സമരായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത് നമുക്ക് ലഭിക്കുന്നത് നാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുമ്പോഴാണ്, നാം നമ്മെ തന്നെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. ഇനി 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഏറ്റവും നല്ല പ്രോമിസിന്മേൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ലതായ നിയമം എന്നുള്ളതാണ് വിഷയം. 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളില് ദൈവം അകൃത്യങ്ങളെ ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെയും അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആവാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. നിയമങ്ങൾ, ന്യായപ്രമാണം എല്ലാം നോക്കിയാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത പഴയ നിയമത്തിലെ പ്രമാണങ്ങളൊക്കെ നോക്കിയാൽ ഫൊർഗീവ്നെസ് അവിടെ ഇല്ല. അവിടെ പ്രായശ്ചിത്തമായിട്ട് പല കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതെല്ലാം എന്തിന്റെ നിഴലായിട്ടായിരുന്നു? കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീരുന്നതിന്റെ നിഴലായിട്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു യാഗമായി തീർന്നില്ലായിരുന്നെങ്കിൽ അതൊന്നും അതിൽ തന്നെ പരിഹാരം വരുത്തുവാൻ കഴിവുള്ളതാകില്ലായിരുന്നു. ഇബ്രാഹിം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില് പറയുകയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ ആളുകളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അതിൽ തന്നെ ന്യായപ്രമാണത്തിന് ഫൊർഗീവ്നെസ്സോ അല്ലെ പെർഫെക്റ്റ് ആയിട്ടുള്ളതായ അവസ്ഥകളോ കൊടുക്കുവാൻ കഴിയില്ല. ഒന്നുകൂടെ അത് എടുത്തു പറയാണ്, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായതുകൊണ്ട് യാഗം കഴിച്ച് നിന്നു പോകുകയില്ലയോ? ഓരോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. പാപങ്ങൾ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഫൊർഗീവ്നെസ്, യഥാർത്ഥമായിട്ടുള്ളതായ ഫൊർഗീവ്നെസ് ലഭിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത നയപ്രമാണമായിരുന്നു. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. എന്നാൽ ന്യായപ്രമാണം അതിൽ തന്നെ പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഇതിലേക്കുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇനിയും ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതിന്റെ ചുരുക്കം, ന്യായപ്രമാണം അതിൽ തന്നെ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് ഫൊർഗീവ്നെസ് ലഭിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇനി പാപങ്ങളെ ഓർക്കുന്നില്ല. 11-ാം വാക്യത്തിൽ 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവർ ആവാലവൃത്ത എല്ലാവരും എന്നെ അറിയും. യെരമ്യാവ് 31-ാം അധ്യായത്തിന്റെ 34-ാം വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന വലിയ വാഗ്ദത്തം, അവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ വാഗ്ദത്തത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ 31-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെ നമ്മൾ വായിച്ചാൽ, യഹൂദയും ഇസ്രായേലും ഒന്നായി തീരുമെന്നും അവരൊരു രാജ്യമായി കുത്തിയോങ്കിലേക്ക് നോക്കി അനുതാപത്തോടെ മടങ്ങി വരുന്ന ഒരു കാലമുണ്ട്, അതിനെക്കുറിച്ച് പറയുന്ന ഒന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അന്ന് പറയുകയാണ്, ആരും ഇനിയും ഉപദേശിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ദൈവത്തെ അറിയുന്നവരായിരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആ കാലം വരുമ്പോൾ ഇസ്രായേലും യഹൂദയും ഒരുമിച്ച് ചേർന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ആ അവസ്ഥകളൊക്കെ കൊടുക്കുമ്പോൾ ഇനിയും ആരും
അതിൽ മറ്റുള്ളവരെ ഇൻസ്ട്രക്ട് ചെയ്യേണ്ട, പഠിപ്പിക്കേണ്ടതായ ആവശ്യമില്ല. എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷിതാവിനെ അറിയുവാൻ ഇടയായി തീരുമെന്നുള്ളതാണ്. നാം ഓർത്തിരിക്കേണ്ട ഒരു വലിയ സത്യം അവിടെ ആ കാലം ഇതിന് ഭാവിയിൽ സംഭവിക്കാനുള്ള കാലമാണ്, ഭാവിയിൽ വിഷയമാണ്. ഭാവിയിൽ ഇസ്രായേൽ മക്കളെ ദൈവം യഥാസ്ഥാനത്താക്കി കൊടുക്കുമ്പോൾ ദൈവത്തെ അറിയാനായിട്ട് ആരും പറയണ്ട. വേറെ രീതിയിൽ പറഞ്ഞാൽ ആരും ഗോസ്പൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു കാലം വരുന്നു എന്ന് ദൈവം തന്നെ അവരുടെ ഉള്ളിൽ അങ്ങ് പ്രവർത്തിച്ച് അവർ ദൈവത്തെ അറിഞ്ഞ് അവർ ഒന്നിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെടുന്ന ഒരു കാലം. അപ്പൊ അങ്ങനെ ഒരു കാലമുണ്ട്. നമുക്കറിയാം, ദൂതന്മാർക്ക് ആ സുവിശേഷം അറിയിക്കാനുള്ള അവസരം ദൈവം കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു കുറച്ചു കാലത്തേക്ക് കൃപായുഗത്തിൽ ദോഷികളും പാപികളുമായി അന്യരായിരുന്ന നമുക്ക് ദൈവം ഒരു പദവിയാണ് തന്നിരിക്കുന്നത്, സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ളത്. മറ്റുള്ളവരോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാനുള്ളതായ ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ഭാവിയിൽ ഇസ്രായേൽ മക്കൾക്ക് പോലും അതിന്റെ ആവശ്യം വരികയില്ല. എന്നാൽ ഇന്ന് ഒരു ദൂതന്റെ കയ്യിൽ കൊടുക്കാതെ എന്നെയും നിങ്ങളെയും ദൈവം ഇതേൽപ്പിച്ചിരിക്കുമ്പോൾ നാം വിശ്വസ്തയോടുകൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ ഹിതം എന്താണ്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ സ്റ്റെപ്പുകൾ വെക്കുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഒരു ഇങ്ങനെ വായിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ഒരു മനുഷ്യൻ ഒരു സൺഡേ ആരാധന മുടക്കാതെ വളരെ സന്തോഷത്തോടുകൂടി ആരാധിക്കാൻ പോകുന്ന ആളാണ്. ഒരു ദിവസം ആരാധനയ്ക്ക് പോകാനായിട്ട് നല്ലപോലൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ നെയ്ബർ ഗോൾഫ് കളിക്കാൻ ഇറങ്ങിയിരുന്നു. ഗോൾഫ് കളിക്കാൻ ഇറങ്ങി വന്നോണ്ടേ അദ്ദേഹത്തിന്റെ പേര് ഹെൻറി എന്നാണ്, ഈ വിശുദ്ധന്റെ പേര്, ആരാധനയ്ക്ക് പോകുന്ന ആളിന്റെ പേര്. പറഞ്ഞു, ഹെൻറി, നീ എന്റെ കൂടെ ഗോൾഫ് കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം വളരെ ഉച്ചത്തോട് പറഞ്ഞു, സ്നേഹിത, നിനക്കറിയാമല്ലോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. ഇത് ലോർഡ്സ് ഡേ ആണ്, കർത്താവിന്റെ ദിവസമാണ്, ഗോൾഫ് കളിക്കാനുള്ള ദിവസമല്ല, ആരാധനയ്ക്ക് പോകാനുള്ള ദിവസമാണ്. അതുകൊണ്ട് ഞാൻ ഗോൾഫ് കളിക്കാൻ എന്റെ കൂടെ ഇന്ന് വരത്തില്ല, ആരാധനയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഈ ഗോൾഫ് കളിക്കാൻ ഇറങ്ങിയ അയൽക്കാരന് മുഖത്തൊക്കെ പടച്ചൊരു വ്യത്യാസം വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഹെൻറി, ഞാൻ 7ാമത്തെ പ്രാവശ്യമാണ് നിന്നെ ഗോൾഫ് കളിക്കാൻ ഞായറാഴ്ച വിളിക്കുന്നത്. നീ വലിയ ഭക്തനാണ്, നിന്റെ ആത്മീയകാര്യത്തിലെ താല്പര്യമൊക്കെ വളരെ ആശ്ചര്യമേറിയതാണ്. പക്ഷെ ഞാൻ 7 പ്രാവശ്യവും ഞാൻ കളിക്കാൻ പോകുന്ന ഗോൾഫിന് വേണ്ടി നിന്നെ വിളിച്ചു. നീ ഒറ്റ പ്രാവശ്യം പോലും നിന്നോടുകൂടി ആരാധിക്കാൻ വരാൻ എന്നെ വിളിച്ചിട്ടില്ലല്ലോ ചർച്ചിലോട്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്റെ ഈ മതവും ദൈവവും ഒക്കെ എന്താണെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ വായിച്ചപ്പോൾ വളരെ ചിന്തിക്കുവാൻ പറ്റുന്ന ഇടയായി തീർന്നു. ആളുകൾ, നമുക്കറിയാം, നമുക്ക് ഈ ബ്ലോക്ക് ചെയ്തിട്ടില്ലാത്തവർക്കൊക്കെ ഫോൺ കോൾ വരും, പരസ്യങ്ങൾ. അതങ്ങോട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിർത്തത്തില്ല. അവർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് കേൾക്കത്തില്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് ഒരു നാണമില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന ഈ ഭൗതികമായ അല്പം കമ്മീഷനോ ശമ്പളമോ കിട്ടാൻ വേണ്ടി അവർ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നാം അറിയുന്ന ഒരു വലിയ സത്യമുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. അത് പറയാൻ നമ്മൾ എത്ര മടിയുള്ളവരായി തീർന്നിരിക്കുകയാണ്, നമ്മൾ എത്ര ലജ്ജയുള്ളവരായി തീർന്നിരിക്കുകയാണ്. എന്നാൽ സുവിശേഷം അറിയിക്കുവാനുള്ള അവസരം ദൈവം ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഇനി ഒരു കാലം വരുന്നുണ്ട്, ആര് ദൈവത്തെ അറിയുക എന്ന് പറയേണ്ട, കൂട്ടുകാരനോട് പറയേണ്ട ഒരു കാലമേ ഇല്ല. ദൈവം അന്ന് അതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ഇന്ന് എന്ന് പറയാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഏറ്റവും നല്ലൊരു അവസരം ദൈവം നൽകിയിരിക്കുകയാണ്. കിട്ടാവുന്ന ചാൻസുകളെല്ലാം ഉപയോഗിച്ച് കർത്താവിനെ കുറിച്ച് പറയുവാനുള്ളതായ കൃപ ദൈവം നമുക്ക് തരട്ടെ. അതിനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുവാൻ തന്നെ ഇടയാകട്ടെ. ഇവിടെ അവർക്ക് ദൈവം കൊടുക്കുന്ന വിഷയങ്ങൾ 12ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്. 12ാം വാക്യത്തിൽ, ഇനി ഞാൻ അവരുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഇനി 10ാം അധ്യായത്തിലും അത് തന്നെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 16, 17 വാക്യങ്ങളിൽ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. 10ാം വാക്യത്തിൽ ആണ് പറയുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം എന്താണ്? ദൈവം പാപങ്ങളെ ഓർക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ദൈവത്തിന് ഓർമ്മയില്ലാതെയായി തീരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? ദൈവത്തിന് ഓർമ്മയില്ലാതെ ആയി തീരുക എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവമല്ലല്ലോ.
ദൈവം ഒന്നും മറന്നു പോകുന്ന ദൈവമല്ല. ദൈവത്തിന് ഒരു അബദ്ധവും പറ്റത്തില്ല. ദൈവത്തിന് ഒരു വീക്ക്നെസ്സും ഇല്ല. എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മറവുണ്ടെങ്കിൽ ദൈവമല്ല. ദൈവത്തിന് അങ്ങനെ മറവിയൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയാമോ? റിമെമ്പർ നോ മോർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹോൾഡ് അഗൈൻസ്റ്റ് us no more. നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ പേരിൽ ഇനിയും ദൈവം ഹോൾഡ് ചെയ്യുന്നില്ല, നമ്മുടെ പേരിൽ ഇനിയും കണക്കിടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം നാം ചെയ്തതെല്ലാം ദൈവം റീകോൾ ചെയ്യും, നാം പറഞ്ഞതെല്ലാം റീകോൾ ചെയ്യാനായിട്ട് ദൈവത്തിന് സാധിക്കും. പക്ഷേ നാം ഒരിക്കൽ കർത്താവിനോട് ദൈവത്തോട് അത് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ അവനത് എന്നേക്കുമായി മറന്നു കളയുകയാണ്. പിന്നെ നമ്മുടെ പേരിൽ അതൊരിക്കലും ദൈവം കണക്കിടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. നാം അതേ ഭാവമുള്ളവരായി ഇരിക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, അല്ലെങ്കിൽ നാം സാധാരണ കേൾക്കാറുണ്ട്, എനിക്ക് ആളിനോട് ക്ഷമിക്കാൻ കഴിയും, പക്ഷെ എനിക്ക് മറക്കാൻ കഴിയില്ല, അല്ലെ? നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യം. അത് ശരിയാണ്. നമ്മൾ മറക്കാൻ വിചാരിച്ചാലും പിന്നെ അത് കുറച്ചുകൂടെ ശക്തമായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മോട് ആരെങ്കിലും നമ്മെ ഹറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കാൻ വിചാരിച്ചാൽ കൂടുതൽ ശക്തമായിട്ട് നമുക്കത് ഓർക്കാനുള്ള പ്രേരണയാണ് ലഭിക്കുന്നത്. നമുക്ക് മറക്കാൻ കഴിയത്തില്ല, മറക്കാൻ നോക്കുകയേ വേണ്ട. എന്നാൽ കർത്താവ് ചെയ്യുന്ന പോലെ അത് മറക്കുകയില്ലെങ്കിലും do not hold that against that brother. നമ്മുടെ ദൈവം എന്താണ് ചെയ്തത്? കർത്താവിനെ കുറിച്ച് ദൈവം ചെയ്തത്, കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം ഓർത്തിട്ട് നമ്മെ സ്നേഹിച്ചിട്ട് ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത യേശു ക്രിസ്തുവിനെ ഒരു ഭാവിയെ പോലെ മരിക്കുവാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ, യേശു എല്ലാം ചെയ്തു, എല്ലാ പാപവും ചെയ്തതുപോലെ ദൈവം അവനെ കണ്ടു. യേശു നാം ചെയ്ത പാപങ്ങളെല്ലാം യേശു ചെയ്തതുപോലെ കണ്ടിട്ട് യേശു നമുക്ക് വേണ്ടി മരിക്കാൻ പിതാവ് അനുവദിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. നമുക്ക് എത്ര ഹർട്ടായിട്ട് ആളുകൾ ചെയ്തിരുന്നാലും, എത്ര ദോഷം ചെയ്തിരുന്നാലും, എത്ര കഠിനമായി നമ്മൾ ട്രൈ ചെയ്താലും മറക്കാൻ കഴിയില്ല എങ്കിലും ആളിന്റെ പേരിൽ കണക്കിടാതെ അത് ക്ഷമിക്കുവാൻ, അതിനെ നാം വിട്ടുകളയുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതാണ് ഇനിയും ഓർക്കുകയില്ല എന്നുള്ളത് പറയുവാനുള്ള കാരണം. അപ്പോൾ നമുക്ക് അത് ചെയ്യുവാനുള്ള ശക്തി തരുന്നത് കാൽവരി ഓർക്കുമ്പോഴാണ്. യേശു കർത്താവ് നമ്മോട് ക്ഷമിച്ചത് ഓർക്കുമ്പോഴാണ്. അത് അവൻ ചെയ്തത് ഓർക്കുമ്പോൾ നമുക്കത് മറ്റുള്ളവർ ചെയ്തതിനെ ക്ഷമിക്കുവാൻ തക്കവണ്ണം, അത് വിട്ടുകളയുവാൻ തക്കവണ്ണം നമുക്ക് അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ആരാധനയുടെ ഒടുവിൽ പ്രത്യേകിച്ച് നമ്മുടെ പാർക്കിംഗ് ലോട്ട് സംബന്ധിച്ച് സഭയെ അറിയിക്കേണ്ട വിഷയങ്ങളുള്ളതുകൊണ്ട് അല്പം നേരത്തെ സമയം ആവശ്യമാണ്. ഞാൻ താമസിയാതെ ക്ലാസും ചില മിനിറ്റുകൾക്കുള്ളിൽ നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. 13-ാം വാക്യങ്ങളുടെ വായിച്ച് അവസാനിപ്പിക്കാം. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഈ പുതിയ നിയമം അല്ലെങ്കിൽ ന്യൂ കവണന്റ് ബെറ്റർ പ്രോമിസിന്മേൽ ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബെറ്റർ പ്രോമിസിനെ കുറിച്ച് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അവൻ നമുക്ക് അതിനുള്ള കൃപ തരുന്നു, ആ ഗ്രേസ് നമ്മുടെ മേൽ തരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇന്റേണൽ ചേഞ്ച് ദൈവം നമുക്ക് നൽകി തരുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫോർഗീവ്നെസ്, നമ്മുടെ പാപങ്ങളെ എല്ലാം ഈ വാക്യത്തിന്മേൽ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിത്യമായ അനുഗ്രഹങ്ങളാണ് ഈ 13-ാം വാക്യത്തിൽ പറയുന്നത്. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇവിടെ പഴയതെന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച കാര്യം, അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യമാണ്, പഴയ ഉടമ്പടിയാണ്, ആ ന്യായപ്രമാണം. ഇത് എഴുതുന്ന സമയത്ത് യെരുശലേമിൽ എന്തുണ്ട്? മനോഹരമായ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ദൈവം അവരോട് പറഞ്ഞ പ്രകാരം മനോഹരമായ വേഷഭൂഷാദികളോടുകൂടെ പുരോഹിതന്മാർ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. സോളിഡ് ആയിട്ടുള്ള ഒരു റിലീജിയനായി അവർക്ക് കാണത്തക്ക രീതിയിൽ ദൈവം ഇതെല്ലാം അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി, യേശുവിൽ വിശ്വസിച്ച ഒരാള്, ഒരു കൺവേർട്ടഡ് ജൂ, അവൻ യഹൂദ മതം വിട്ടിട്ട്, ആ പാരമ്പര്യം വിട്ടിട്ട് യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു യഹൂദന്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് അറിയാമോ? മണ്ടനാണ്, ഫൂളിഷ് ആണ് ചെയ്യുന്നത്. സോളിഡ് ആയിട്ടുള്ള പുരോഹിതന്മാർ അവിടെ ഉള്ളപ്പോൾ, ദേവാലയം അവിടെ ഉള്ളപ്പോൾ, യാഗം അവിടെ ഉള്ളപ്പോൾ ഇവർ ഇതിന്റെ പുറകെ പോയല്ലോ. അക്ഷരികമായി കാണാനൊന്നുമില്ല, അവർക്കൊരു ദേവാലയം കാണാനില്ല, അവർക്കൊരു പുരോഹിതനെ കാണാനില്ല. അവർ പറയുകയാണ് യേശു ആണ് പുരോഹിതനെന്ന്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്,
അപ്പോൾ സോളിഡായി കാണുന്ന ദേവാലയം ഉണ്ടല്ലോ, സോളിഡായി കാണുന്ന പുരോഹിതന്മാരുണ്ടല്ലോ, അത് ജീർണിക്കുവാൻ അടുത്തിരിക്കുന്നു, അത് തീരുവാൻ അടുത്തിരിക്കുന്നു. ഇത് എഴുതി അധികം കാലമാകുന്നതിന് മുമ്പേ AD 70 അടുപ്പിച്ച് തീത്തോസ് കൈസറിന്റെ കാലത്ത് റോമാക്കാർ വന്ന് യെരുശലേം നശിപ്പിച്ചപ്പോൾ യെരുശലേമിലുണ്ടായിരുന്ന ദേവാലയം നശിപ്പിച്ചു. ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഇന്ന് ഈ 2009 വരെ യെരുശലേമിൽ ഒരു ദേവാലയമില്ല. ആമോസിന്റെ പുസ്തകത്തിൽ പ്രവാചകനിലൂടെ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആമോസിന്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവർക്ക് ഈ കാലം വരെ ഹോശേയ 3:4 വായിക്കുകയാണ്, രാജാവില്ലാതെയും ദേവാലയം ഇല്ലാതെയും പുരോഹിതന്മാരില്ലാതെ ഇരിക്കുമെന്ന്. ഹോശേയ 3:4. അപ്പോൾ അവർക്കത് റിയലൈസ് ചെയ്യുവാനായിട്ട് കഴിയാത്ത ഒരു കാലത്തിലാണ് ഇത് എഴുതുന്നത്. ഇത് ജീർണിക്കാൻ പോവുകയാണ്, ഇത് തീരാൻ പോവുകയാണ്. പഴയത് ദൈവം മാറ്റാൻ പോവുകയാണ്, പുതിയതൊന്ന് വരുവാൻ പോവുകയാണ്. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങി പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ളതാണ്. നിങ്ങളുടെ ഈ സോളിഡ് റിലീജിയൻ എന്ന് പറയുന്നത്, ഈ ആരാധന, ഈ പുരോഹിതൻ, ദേവാലയം, ഇതെല്ലാം തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനപ്പുറത്ത് ഉള്ളതായ ഏറ്റവും നല്ലതായ പ്രോമിസിന്റെ മേൽ നൽകിയിരിക്കുന്ന പൗരോഹിത്യം, അതാണ് ശ്രേഷ്ഠം. നമ്മൾ പഠിച്ചു വന്നു. 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയാണ്, അവൻ നിത്യരക്ഷയുടെ ബോധരായി തീർന്നിരിക്കുന്നു. 5:9 വായിക്കുന്നത്, മഹാബലൻ എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശുക്രിസ്തു ആകുന്ന മഹാപുരോഹിതൻ, അല്ലെങ്കിൽ ഈ ന്യൂ കവണന്റിലുള്ളതായ നമുക്ക് നൽകുന്നതായ രക്ഷ നിത്യരക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് നീങ്ങി പോകുന്നതല്ല. തീത്തോസ് കൈസർ വന്നാൽ നീങ്ങുന്നതല്ല, AD 70 വന്നാൽ നീങ്ങുന്നതല്ല, 7 സാമ്രാജ്യക്കാർ വന്നാലും നീങ്ങുന്നതല്ല. നിത്യരക്ഷയാണ് ദൈവപുത്രൻ നൽകിയിരിക്കുന്നത്. 9-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അവൻ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എറ്റേണൽ റിഡംഷൻ, ഇത് നമുക്ക് തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിനോടുകൂടിയാണ്. അതുകൊണ്ട് പഴയത്, ഓൾഡ് കവണന്റ് അല്ലെങ്കിൽ പഴയ പ്രമാണം, ന്യായപ്രമാണ നിയമങ്ങൾ, ലെവിറ്റിക്കൽ ഓർഡർ, അത് തീർന്നു പോയിരിക്കുന്നു, അത് റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയ ഓർഡർ, മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ എന്നേക്കുമുള്ള ഒരു പുരോഹിതൻ, അവനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്, അവൻ എന്നേക്കുമുള്ള പുരോഹിതൻ, ശ്രേഷ്ഠ പുരോഹിതൻ. അവൻ ദൈവത്തിന്റെ നിത്യ കൂടാരത്തിൽ, ആ നിത്യ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നു. അവൻ നമുക്ക് നൽകുന്ന രക്ഷ നിത്യരക്ഷയാണ്. നമുക്ക് നൽകുന്ന വീണ്ടെടുപ്പ് നിത്യ വീണ്ടെടുപ്പാണ്. യേശുക്രിസ്തുവിലൂടെ പൊതുജീവൻ, നിത്യമായ രക്ഷ, നിത്യമായ ജീവൻ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ വിഷയം ആലയം എന്നുള്ളതാണ്. ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ആലയം നമുക്ക് നൽകിയിരിക്കുന്ന പഴയ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്ന ടെമ്പിൾ പോലെയല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ടാബർനാക്കിളിലാണ് നമ്മുടെ പുരോഹിതൻ ശുശ്രൂഷിക്കുന്നത് എന്നുള്ളതാണ് 9-ാം അധ്യായത്തിലെ വിഷയം. നമുക്കത് പഠിക്കുവാനിടയാകട്ടെ. നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം.